നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും തമ്മിൽ കൊമ്പ് കുറുക്കാൻ പോവുകയാണ്. കാരണം കേരള സർവകലാശാലയിൽ ഒരു പ്രത്യേകതയുണ്ട്. കേരള സർവകലാശാല മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കുറേ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത കുറേ ഇടതുപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ കുറേ കമ്മിക്കൂട്ടങ്ങളെ എടുത്ത് അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പറാക്കി ഇരുത്തിയിട്ടുണ്ട്. വാ തുറന്നാൽ വിഡിത്തം മാത്രം വിളമ്പുന്ന കുറെ കഴുതകളെ അവിടെ സിൻഡിക്കേറ്റ് മെമ്പർമാരാക്കി ഇരുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊടിയും പിടിച്ച് കണ്ട കാറിനും ബസ്സിനും ഒക്കെ കല്ലെറിഞ്ഞ് നടക്കുന്ന കുറെ ഗുണ്ടകളായ കുറെ SFI നേതാക്കളുണ്ട്. അവരെയൊക്കെ പരീക്ഷയൊന്നും തന്നെ എഴുതിപ്പിക്കാതെ അവരെ ജയിപ്പിച്ചു വിടുക. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്ന ഒരു SFI വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ SFIയിൽ അംഗത്വമുള്ള ഒരാളാണെങ്കിൽ അവനെ അസൈൻമെന്റോ പരീക്ഷയോ ഒന്നും തന്നെ എഴുതിപ്പിക്കാതെ അടുത്ത MAയിലോട്ട് അല്ലെങ്കിൽ PGയിലോട്ട് അല്ലെങ്കിൽ ബിരുദത്തിലോട്ട് അവനെ അഡ്മിഷൻ കൊടുത്ത് വിടുക. അതാണ് അവിടെ ഇരിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ ഇരിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ജോലിയും ഉത്തരവാദിത്വവും എന്ന് പറയുന്നത്. അവർക്ക് അനുകൂലമായി നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരു VC വേണം. ആ VC സർക്കാരിന് അനുബന്ധം ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം VC കസേരയിൽ വരുന്നത്. എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയുള്ളൂ. ആ നീക്കുപോക്കനാണ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ഒരു തരത്തിലുമുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന 10 പൈസയ്ക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കാൻ വരുന്ന ചില അധ്യാപകന്മാരെയൊക്കെ പിടിച്ച് പിണറായി സർക്കാർ VCയുടെ കസേരയിൽ പിടിച്ചിരുത്തുന്നത്. അത് നല്ല രീതിയിൽ സംസ്ഥാനം കൊണ്ടുപോകണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഗവർണർമാർക്ക് ഒരു അനീതി കണ്ടാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടയ്ക്കാൻ പറ്റില്ല. അത് തന്നെയാണ് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതും ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചെയ്യുന്നത്. ഒരു അനീതി സർവകലാശാലയിൽ നടക്കുന്നുവെന്ന് അറിഞ്ഞ ഉടനെ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് ചോദിക്കുന്നു. ലോക് ഭവനിൽ മിനിറ്റുകൾക്കുള്ളിൽ ആ റിപ്പോർട്ട് എത്തിക്കണമെന്ന് ലോക് ഭവനിൽ മിനിറ്റുകൾക്കുള്ളിൽ ആ റിപ്പോർട്ട് എത്തിക്കണമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒരു ഉത്തരവിട്ടപ്പോൾ ചെവി കൊണ്ട മട്ടില്ല. പിന്നെ കളത്തിലേക്ക് ഇറങ്ങിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവിടെ കളിച്ചത്. ആ VCയെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കസേരയിൽ നിന്നും അടിച്ചു പുറത്താക്കി പകരം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന സിസ തോമസിന് അധിക ചുമതലയും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന കേരള ഗവർണർ നൽകിയിട്ടുണ്ട്. വിശദമായി നോക്കിക്കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് തോറ്റ SFI നേതാവിനെ ജയിപ്പിച്ച കാലടി സർവകലാശാല VCയെ ഗവർണർ എടുത്ത് പുറത്തേക്കെറിഞ്ഞു. K ഗീതാകുമാരിയെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എടുത്ത് നീക്കിയത്. BFA അതായത് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പരീക്ഷയിൽ തോറ്റ SFI നേതാവ് ജയിച്ചതായി കാണിച്ച് MFAക്ക് പ്രവേശനം നൽകിയത് വലിയൊരു വിവാദമായിരുന്നു. തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ഇടത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം VC നടപ്പാക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവർണർ VCയോട് വിശദീകരണം തേടുകയും ഫയലുകൾ ലോക് ഭവനിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതൊന്നും കേട്ട അഭാവം VC കാണിച്ചില്ല. അപ്പൊ പിന്നെ VC ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഗവർണർക്ക് മനസ്സിലായി. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അധിക ചുമതലയും സിസയുടെ കയ്യിലേക്ക് ഗവർണർ വെച്ചു കൊടുത്തു. ഡോക്ടർ സിസ തോമസ് ഇന്ന് ചുമതലയേറ്റു. BFA വിദ്യാർത്ഥികളെ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കരുതെന്ന് കാണിച്ച് ചാൻസലറായ ഗവർണർ VCക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ആ കത്ത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് VC എന്ത് ചെയ്തു? ഗവർണർ കൊടുത്തയച്ച കത്തിനെ ചുരുട്ടിക്കൂട്ടി ചവറ് ബക്കറ്റിലിട്ടു. അപ്പോഴാണ് ഗവർണറുടെ വിധം മാറിയത്. SFI പോലെയുള്ള 4-കിട ഗുണ്ട വിദ്യാർത്ഥി സംഘടനയെ പഠിക്കുന്ന യുവമാർക്ക് പോലുള്ള പീക്കിരി പയ്യന്മാർക്ക് ഇരുന്ന് പഠിക്കാനുള്ളതല്ല. സാധാരണപ്പെട്ട കഷ്ടപ്പെട്ട് പണമില്ലാതെ അധ്വാനിച്ച് പാർട്ട് ടൈമായി ജോലി ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജുകളും സർവകലാശാലകളുമാണ് കേരളത്തിലുള്ളത്. ആ പേരൊന്നും നശിപ്പിക്കാൻ ഗവർണറായിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് KK ഗീതാകുമാരിയോട് പറഞ്ഞത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ കേരളത്തിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ കൂലിത്തല്ലിന് വേണ്ടിയും വല്ലവന്റെ മണ്ട അടിച്ചു പൊളിക്കാനും വല്ലവന്റെ ബസ്സിൽ കല്ലെറിയാനും നടക്കുന്ന SFI പോലുള്ള യുവ ഗുണ്ടകളെ, ജെൻസി ഗുണ്ടകൾക്ക് വെറുതെ പരീക്ഷ എഴുതാതെയും അസൈൻമെന്റ് സമർപ്പിക്കാതെയും ചുമ്മാ പാസ്സാക്കി കൊടുക്കാൻ ഇത് AKG സെന്ററിൽ നടത്തുന്ന ചില ശനി ഞായറും നടത്തുന്ന പരീക്ഷാ പേപ്പർ അല്ല അല്ലെങ്കിൽ പരീക്ഷയല്ല എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി പഠിക്കുന്നെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ
എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെതായ നിയമവലിയിൽ ഡിഗ്രി പരീക്ഷ എഴുതി നേരായ രീതിയിൽ പാസ്സാക്കണം. അല്ലാതെ വളഞ്ഞ വഴി കൂടെ വന്നാൽ അത് SFI ആയിരുന്നാലും ശരി, ഏത് കൊലക്കൊമ്പനായിരുന്നാലും ശരി, ചവിട്ടി എല്ല് ബോർഡ് ഒടിക്കുമെന്ന് ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി കസേരയിൽ ആര് കയറിയിരുന്നാലും തെറ്റ് കാണിച്ചാൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയുമെന്നുള്ള സന്ദേശം കൂടി ഇന്ന് ഗവർണർ നൽകി. അതുകൊണ്ടാണ് വിശ്വസ്തതയുള്ള, സത്യസന്ധമായി ജോലി ചെയ്യുന്ന, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സിസ തോമസിനെ അധിക ചുമതലയും കൂടി ഗവർണർ ഏൽപ്പിച്ചത്.